എറണാകുളം ജനറൽ ആശുപത്രിയിൽ പക്ഷാഘാത ചികിത്സ മുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ന്യൂറോളജിസ്റ്റ് ഇല്ലാതായതോടുകൂടിയാണ് ഇവിടുത്തെ സ്ട്രോക്ക് യൂണിറ്റ് പൂട്ടിയത്. വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയ ന്യൂറോളജിസ്റ്റ് സംഭവം വിവാദമായതോടെ 1 മാസം മുൻപ് തിരികെ എത്തിയെങ്കിലും യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 2016 എറണാകുളം ജനറൽ ആശുപത്രിയിൽ പക്ഷാഘാതത്തിനുള്ള നൂതന ചികിത്സയായ ട്രോംബോലൈറ്റിക് ചികിത്സ ആരംഭിച്ചത്. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗവുമായി ചേർന്നായിരുന്നു ആദ്യം ചികിത്സ. പിന്നീട് 2019 ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ശ്രീദീപൻ ചാർജ് എടുത്തു. ഡോക്ടർ ശ്രീദീപൻ സ്ഥലമാറ്റം ലഭിച്ച് ഇടുക്കിയിലേക്ക് പോയതോടെ മറ്റൊരു ന്യൂറോളജിസ്റ്റ് ജനറൽ ആശുപത്രിയിൽ എത്തിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഇവർ സ്വന്തം ജില്ലയായ കൊല്ലത്തേക്ക് പോയി. അതോടെ എറണാകുളം ജനറൽ ആശുപത്രിയിലെ സ്ട്രോക്ക് യൂണിറ്റ് അടച്ചുപൂട്ടി. വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമാണെങ്കിലും നിലവിൽ കൊല്ലത്ത് ജോലി ചെയ്യുന്ന ന്യൂറോളജിസ്റ്റ് ജനറൽ ആശുപത്രിയിലുള്ളതായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്രണ്ട് ആവശ്യപ്പെടാതെ മറ്റൊരു ന്യൂറോളജിസ്റ്റിനെ നിയമിക്കാനും കഴിയില്ല. അതോടെ രോഗികൾ ദുരിതത്തിലായി. ജനറൽ ആശുപത്രിയിൽ ന്യൂറോളജിസ്റ്റ് ഇല്ലാത്തത് വിവാദമായതോടെ ഈ മാസം 1-ാം തീയതി വർക്കിംഗ് അറേഞ്ച്മെന്റ് ക്യാൻസൽ ചെയ്ത ന്യൂറോളജിസ്റ്റിനെ തിരികെ വിളിപ്പിച്ചെങ്കിലും ഈ മാസം 22 ദിവസത്തിനിടെ ഇവർ ആശുപത്രിയിലെത്തിയത് വെറും 6 ദിവസം മാത്രമാണ്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കൊല്ലത്തേക്ക് തിരികെ പോകാനുള്ള ശ്രമത്തിലാണ് ന്യൂറോളജിസ്റ്റ്. അതുകൊണ്ട് തന്നെ ചാർജ് എടുത്ത് 22 ദിവസമായെങ്കിലും ജനറൽ ആശുപത്രിയിലെ സ്ട്രോക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 2 വർഷത്തിനിടെ എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിച്ചുവെങ്കിലും ആദ്യത്തെ ട്രോംബോലൈറ്റിക് ചികിത്സ ആരംഭിച്ച എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോഴും പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല. എറണാകുളത്തെയും സമീപ ജില്ലകളിലെയും പാവപ്പെട്ട രോഗികളാണ് ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത്. നിഷാ ദിലീപ്, ജനം, കൊച്ചി.